റോളക്സ് റോളക്സ് ഹായ്. അപ്പൊ റോളക്സ് നമ്മൾ എന്തിനു പോന്നു? ചൂണ്ടയിടാൻ. മീന് തീറ്റ കൊടുക്കുക. മീന് തീറ്റ കൊടുക്കുന്ന ഒരു മീനെ പോലും പിടിക്കാത്ത നീയൊക്കെയാണോ ഞാൻ 4-5 വീട് ഞാൻ ചൂണ്ട തീറ്റ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ 4 രൂപ ചമ്മ തീറ്റ കൊടുക്കാൻ. ഇപ്പൊ 4-5 തവണ ഞാൻ വീഡിയോ എടുത്തടാ, ഒന്നിനും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എടുത്തുമില്ല. ഇതിലെങ്കിലും കിട്ടണം. ഒന്നിനും കിട്ടിയിട്ടില്ലടാ. ഞാൻ 2-3 വീഡിയോ എടുത്തു. ഞങ്ങൾ പോയായിരുന്നു, ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തു. കാശ് ഒന്നുമില്ല. ട്രാപ്പും വെക്കും, ചൂണ്ടയും ഇനി ഒരു കാര്യം ചെയ്യണം. നീ ഇനി ഈ ചൂണ്ടിടാൻ പോകുമ്പോ എന്നും ഒരേ കോസ്റ്റ്യൂം ഇട്ടാ പോകാം. എന്തായാലും മീൻ കിട്ടുമല്ലോ. അപ്പൊ ആ വീഡിയോ എടുത്ത് സൂപ്പറായി. ഫ്ലെക്സേ എടാ, അയ്യോ പട്ടീനെ കണ്ടിട്ട്. എടാ നമ്മളിത് പരലിനല്ല എടാ പിടിക്കുന്നത്, അതോ വാളനെ പിടിക്കണം? പറയൂ. പിടിക്കും. ഇവൻ ലാസ്റ്റ് മീനെ പിടിച്ചിട്ട് ഇവൻ കടിച്ചോണ്ട് പോയല്ലെന്നേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് മീനെ പിടിക്കുമ്പോ ഇവൻ വല്ല കടിച്ചോണ്ട് പോയ. എടാ ആദ്യം 1/2 കിലോ മൈദ കൂടെ നല്ല സാധനമല്ലേ അവർക്ക്. ബോട്ട് വെച്ചിട്ട് നമുക്ക് പോവാം. ഫിഷിങ്ങിന് പോവാണെങ്കിൽ ആ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ്. പ്രൊഫഷണൽ ആയിട്ട് പോവാം. അതെ അതെ. മീനൊന്നും കിട്ടത്തില്ലെങ്കിൽ സ്റ്റൈലിന് എന്നാലും എല്ലാരും ഇറങ്ങത്തുള്ളൂ. അതെ അതെ അതെ. ഒരാള് മാത്രം മേടിച്ച സൺഡേസ് ഉള്ളി. അതാ ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് അതൊക്കെ നീരജ് ഒരു ചൂണ്ട മേടിച്ചിട്ടും കാര്യമില്ല. അവൻ പോവാറ് പോലും ഇല്ല. അതൊരു ആവേശമാണ് ചിലവർക്ക് അല്ലേ. ഞാൻ മാത്രം ഇതിനോട് ആത്മാർത്ഥത കാണിക്കും. അതെ. എത്ര ചൂണ്ട ചെയ്യാൻ പോയിട്ട് ഒരു 100 തവണ പോയിട്ടും കിട്ടാതെ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ പാഷൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയിരിക്കും. മഴയും കൊതുകടിയും എല്ലാം കൊണ്ട് അന്ന് ചെറിയ മീനെയും കൊണ്ട് പിന്നെയും പോവും. പലയിടത്തും പോയി മീൻ പേടിച്ചിട്ട് കൊണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു തവണ കൊണ്ട് കാണിച്ചത് എന്നാ മീനാ മേടിച്ചത്? അതെന്നാ ശാപം പെറുക്കും. എടാ ഒരു ദിവസം ഞാനും ഇവനും കൂടെ രാവിലെ ഫസ്റ്റ് കൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് ആ വണ്ടിയിൽ ഇറങ്ങി പോയി. അവിടെ ചെന്ന് വരാനിലെല്ലാം കാസ്റ്റ് ചെയ്തു. ഒരു രക്ഷയില്ല. അവസാനപ്പോഴത്തേക്ക് അപ്പാ വിളിച്ച് എന്നിട്ട് ജോജന്റെ അവിടെ നിന്ന് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ വിളിച്ചത് നല്ല ജീവനുള്ള വരാല്. നേരെ ഫ്രോഗ് എടുത്ത് തന്നെ അണ്ണാക്കി തിരുമ്പി എന്നിട്ട് ചൂണ്ടയും കൊടുത്ത് വിളിച്ച് ഫോട്ടോ എടുത്തു. അതിന്റെ ശാപമാ. എല്ലാരും വിചാരിച്ച് മീനും കിട്ടി വന്നത്. അതിന്റെ ഫോട്ടോ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയ നെല്ലിയാമ്പതിയിലായിരുന്നു അല്ലെ, ആ കുളത്തിൽ. എത്ര എണ്ണത്തിന് കിട്ടിക്കൊണ്ടായിരിക്കും? അത്യാവശ്യം വലിയ ഒരു 10-20 മീനെ കിട്ടിയായിരുന്നു. ഇതൊന്നുമില്ല, ഇല്ലായിരുന്നു. 70 കിട്ടിയായിരുന്നു. വൈകിട്ട് വരെ അവിടെ ഇരുന്ന് ഗ്രില്ലൊക്കെ അടിച്ച് അല്ലേ. പിന്നെ കുറെ കൊടുത്തു. പക്ഷെ അതിന് ഭയങ്കര മുള്ളായി. ഗ്രാസ് ഈറ്റിംഗ് ഫിഷ് ആണ് അല്ലേ. എന്നിട്ട് അത് വെന്തിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാനാ തിന്നത്. പച്ച മുട്ട ഞാൻ കഴിച്ചില്ല. കഴിച്ചപ്പോ ഭയങ്കര പച്ചപ്പുല്ലിന്റെ അല്ലേ, പച്ചപ്പുല്ലിന്റെ ഷോവാ അല്ലേ. ഞങ്ങളിപ്പോ കൺഫ്യൂഷനില്ല എവിടെ ചൂണ്ടയിടണോന്ന്. ആണെങ്കിൽ തെളിഞ്ഞിരിക്കും. പക്ഷെ മീൻ ഒരെണ്ണം പറഞ്ഞു. അത് മീൻ പറഞ്ഞാണോ? ഓ ഇവിടെ നിർത്തണോ? കൂട്ടുകാരുണ്ടെങ്കിൽ കൊടുക്കും അല്ലേ. നമ്മള് പോയി ലാസ്റ്റ് അങ്ങനെ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആലപ്പുഴ പോയി കടലിൽ പോയിട്ടാലോ അവർക്ക്. ഞാൻ കടലിലും പോയിട്ടുണ്ട്. അറിയാമോ കടലിൽ ആ കഥ എന്ന് പറയൂ. കടലിൽ പോയ കഥ എനിക്കറിയാം. പിറ്റേ ദിവസം വന്നിട്ട് കരിമന്തി പോലെ ആയിരുന്നു ആ ജയിലത്ത് കേട്ടോ. താളം വെച്ചില്ലാത്ത ഒരു മത്തിയിലെങ്കിലും കിട്ടി അവർക്ക്. ഞങ്ങള് രാവിലെ 4 മണിയായി. ഞാനും രാജിയും വിട്ട് അവിടെ ആലപ്പുഴ ഇവിടെ ഇല്ലേ രാവിലെ 4 മണിക്ക്. തോപ്പുംപടി. അയ്യോ തോപ്പുംപടി. തോപ്പുംപടിയല്ല, എന്താ മറ്റേ സ്ഥലമുണ്ട്, മറ്റേ തോട്ടപ്പള്ളി. അവൻ എന്താണ് നശിപ്പിക്കുന്നത്? എടാ നീ എന്താണ് നശിക്കുക? കുപ്പിയാ. എടാ നന്നായിട്ടിരുന്നാണോ കേട്ടോ. രാവിലെ നല്ല മീൻ അവിടെ നിന്ന് മറ്റേ ഇതില്ലേ ബെയ്റ്റായിട്ട് മാന്തള് അത് ഇത് എല്ലാം വാങ്ങിച്ച് ചെമ്മീന്
കൈ കുറെ പുതിയ ജിഗൊക്കെ വാങ്ങിച്ചു. ജിഗൊക്കെ ആദ്യത്തെ എറി തന്നെ എല്ലാം കാലിൻ്റെ ഇടയിൽ പോയി. ഒന്നിനെങ്കിലും കിട്ടിയോ? ഒരു കുന്തം കിട്ടിയില്ല, ഒരു നന്ദനം കിട്ടി, ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ. ആ ഇറങ്ങിപ്പോയി കിട്ടി. അങ്ങനെ ഞങ്ങളൊരു സ്പോട്ടിലെത്തി. ഇച്ചിരി ബോട്ടൊക്കെ പോകുന്ന വഴിയാ. നമുക്ക് എന്തായാലും നോക്കാം, ഇട്ട് നോക്കാം. ലെറ്റ്സ് സീ. ഇങ്ങനെ റോളക്സിന് ഇറക്കുവാണ്. ചാടി ഓടിയതേ. വാ അങ്ങോട്ട് പോവാം. ഉറക്കാൻ ഏത് വഴിയോ? ഇവിടെ ചേട്ടന്മാരൊക്കെ ചൂണ്ടിടുന്നുണ്ട്. പറമ്പാണോ? ഇവിടെ ഇട്ടെല്ലാം കിട്ടുമോ അവർക്ക്? എനിക്കറിയത്തില്ല. എന്നാലും ഐഡിയ അൺഎക്സ്പ്ലോർഡ് സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ മീൻ ഇഷ്ടം പോലെ കിട്ടും. ഇല്ല, അവിടെ ഒരു ചെറിയ ഞങ്ങൾ നടന്ന് പോരും സ്പോട്ട് തപ്പി. അത്യാവശ്യം തെളിച്ചുണ്ട്, നോക്കാം. ഇവിടെ കഴിച്ചുകൊണ്ട് ഇട്ടാൽ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഫീഡ് ഉണ്ടാക്കുവാണ്. ഇട്ടെ മതിയോ? ഓക്കെ, ഫീഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കടക്കാം അല്ലേ? റോളക്സിനെ വെള്ളത്തിൽ ഒന്ന് കുളിപ്പിക്കുക. ചാടറാ. നിങ്ങളിപ്പോ സ്പൈഡർ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. സ്പൈഡറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി കുഴച്ച് വെച്ച സാധനം അങ്ങോട്ട് പൊട്ടുക. എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. കൃഷ്ണടുത്ത് പോയാൽ 2 ദിവസം കഴിഞ്ഞാൽ പോലും തരുന്നു. അത്ര താമസം. നീന്തി അപ്പുറത്തോട്ട് പോവോ അവർക്കും? നീ അതേ കൂടെ അങ്ങ് കേട്ടാൻ കര കിട്ടുന്നില്ല. മിഷൻ കളിക്കാണോ അതോ കയറാൻ പറ്റാത്ത? അള്ളാക്കറിയാം. ഇത് കയറണമെന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ട് എടുത്തത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പൊറുക്കാൻ അവിടെ സ്പൈഡർ ഇട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെല്ലൊക്കെ വെക്കും. ബെല്ലിട്ടാൽ നമുക്ക് അറിയാൻ പറ്റും കൊത്തിക്കഴിഞ്ഞാൽ. നോക്കുക, ചെറിയ കൊത്ത് നോക്കാം. ഞാനെൻ്റെ ആദ്യത്തെ മീനെ പിടിച്ചു. ചൂണ്ടയിട്ട് പിടിച്ച് കയറ്റിയത് അതേ കണ്ടോ. ഇതെല്ലാം മണ്ടക്കായി ഉടക്കി. യെസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ റെഡിയായി. കഴിച്ചുകൊണ്ടല്ല കിട്ടിയത്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ, എനിക്ക് ചൂണ്ടയിടുന്നതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫിഷ് റെഡി. അത്യാവശ്യം നല്ല സൈസ് അല്ലേ? നമ്മുടെ വിജയം. എടാ, അവനെ കെട്ടിയിടല്ലേ, മീനല്ലേ അവൻ തിന്നും. പൊറുക്കോ, അവനെ ഒന്ന് പൊറുക്കോ. അതെ അതെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും മീൻ ഇങ്ങനെ ആറ്റി ഒന്ന് പിടിക്കുന്നത് കേട്ടോ. കുളത്തിൽ നിന്നേ പിടിച്ചിട്ടുള്ളൂ. ആഹാ, താങ്ക് യു. എൻ്റെ ആഗ്രഹം തീർത്തു. ഒരു മീനെ കിട്ടിയപ്പം ഞാനപ്പോൾ ദ ലെജൻഡ്, ദ മിത്ത്, ബൊർക്കുവിന് വേണ്ടി. ബൊർക്കു ഇത്തവണ കണ്ടോ
പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടി ആയിരിക്കും ബൊർക്കോല്ലേ. പിടിച്ചിട്ടൊക്കെ ഉണ്ട് മറ്റേ നമുക്ക് ഗെയിം സാധനങ്ങൾ കിട്ടും. അതാണ് കുറെ മീനെ കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്ക് വലിയ വാള അങ്ങനത്തെ ഒന്നും കിട്ടും. അതൊന്നും പിടിക്കണമെന്ന് വലിയ ആഗ്രഹം. ലെറ്റ്സ് ട്രൈ ഫോർ ദ ബെസ്റ്റ്. കടന്നോ ഡൗൺ ഡൗൺ. ഇപ്പൊ ചെറിയ മഴയൊക്കെ വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഒന്ന് നമ്മുടെ കാസ്റ്റ് ചെയ്തു. യാ നോക്കാം. മഴയായി. മഴ കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതായിരിക്കും. പക്ഷെ ചെറിയ ചാറ്റല്ലേ ഉള്ളൂ. നോക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇവിടെ കുറച്ച് മീനൊക്കെ മറിയുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. നോക്കാം. അങ്ങനെ നല്ല മുട്ട മഴയായി വരുന്നുണ്ട്. ചൂണ്ടയിട്ട് നിൽക്കുക. കൊത്ത് ഇനി മീനെല്ലാം മാളത്തിൽ കയറുമോ കണ്ടറിയണം. കണ്ടോ എന്ത് മര്യാദയുള്ള പയ്യനല്ലേ അല്ലേ വെറുക്കു. അതെ അതെ പുച്ഛിക്കാൻ തുടങ്ങി പ്രൊഡക്ഷന്. നല്ല മഴയാണ് ഇവിടെ. ഭയങ്കര കാറ്റാ. അയ്യോ ഈശ്വരാ എന്തൊരു കാറ്റായത്. റോഡ് വരെ വളഞ്ഞു പോവാ. അയ്യോ തേങ്ങ തന്നെ വീണു. അയ്യോ എന്തൊക്കെയോ പോയി. അയ്യോ തീറ്റയും പോയി. അപ്പം നമ്മള് പരിപാടി നിർത്തും. ഭയങ്കര മഴ. അപ്പം എന്തായാലും ഒരു മീനെ കിട്ടി. അതിൻ്റെ ഒരു ഹാപ്പിയാണ്. കാണിച്ചു തരാം. കണ്ട വലിയ അത്യാവശ്യം വലിയ മീനാണ്. അപ്പം അടുത്ത തവണ നമുക്കൊരു വലിയ മീനെ പിടിക്കണം. ഒരു വാളേനെങ്കിലും പിടിക്കണം. അപ്പോൾ ബൈ ബൈ. സീ യു. ടേക്ക് കെയർ.